Okay, welcome to our new video. So in this video we are going to discuss the combination of stresses, that may be direct stress, bending stress, torsion. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിനകത്ത് ചെയ്യാൻ പോകുന്നത് സിംഗിൾ പോളാ, അതായത് ഒന്നെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ്, അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ്, അല്ലെങ്കിൽ ടോർഷൻ. ഇത് ഒന്നിച്ചുള്ളതല്ല, അറ്റ് എ ടൈം ഒരെണ്ണം മാത്രം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് രണ്ടിൻ്റെ കോമ്പിനേഷനുള്ള ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഒറ്റയ്ക്കുള്ളത് മാത്രം ചെയ്യാം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വായിച്ചു നോക്കി. കാൻഡിലിവർ circular rod has a diameter of 50 millimeter and a length of 300 length. Find out the values of principal stress and maximum shear stress under the following condition. അതായത് ഒരു 300 മീറ്റർ ലെങ്തും 50 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ളൊരു ഷാഫ്റ്റ്, അവിടെ നാം എന്ത് കണ്ടുപിടിക്കണം? വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ്. പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്. എന്തുവാ? മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഉണ്ട്, മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഉണ്ട്. മാക്സിമം ഇപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവ് സെക്ഷനിൽ ചെയ്ത ക്ലാസ്സിനകത്ത് പ്രിൻസിപ്പൽ സ്ട്രെസ്സിന് രണ്ട് ഫോർമുല, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും, ഈ രണ്ട് ഫോർമുല നമ്മൾ ഓൾറെഡി ഡേറ്റ ബുക്കിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്തു. മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ ഫോർമുല ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഒന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. കേസ് 1 എന്താണെന്ന് നോക്കിയേ. അപ്ലൈയിങ് ആക്സിൽ ലോഡ് ഓഫ് 20 kN. 20 kN, അതായത് ആക്സിൽ ലോഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒന്നെങ്കിൽ ആക്സിൽ ലോഡ്, അല്ലെങ്കിൽ ബെൻഡിങ് ലോഡ്, അല്ലെങ്കിൽ ടോർഷൻ ലോഡ്, ഇത് മൂന്നും വരും. അപ്പോൾ ഇവിടെ നമുക്ക് അറ്റ് എ ടൈം ഒരു കേസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഈസ് ആക്സിൽ ലോഡ് മാത്രം. അപ്പോൾ നമ്മൾ ഫിഗർ നോക്കിയേ, ആക്സിൽ ലോഡ് ഇങ്ങോട്ട് കൊടുക്കുന്നു അല്ലേ. ഇപ്പോൾ 20 kN ആക്സിൽ ലോഡാണ് നമ്മൾ പുറത്തോട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ പറ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതായത് പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കണം, മാക്സിമം ഷിയറും കണ്ടുപിടിക്കണം. പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നല്ലോ. ഇന്നത്തെ പ്രോബ്ലത്തിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു. എവിടെയായിരുന്നു? ഈ പേജ് നമ്പർ 5 ഇവിടെ σ1 σ2 ഇതാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഫോർമുല. ഇന്നത്തെ σx വേണം, σy വേണം അല്ലേ, ടോ എക്സ് വൈ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ σ1 σ2 കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഇതിനകത്ത് തന്നിട്ടുണ്ടോ? ഇല്ല, പക്ഷെ തന്നിട്ടുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ് σx σy ടോ എക്സ് വൈ എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. ഇതാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഫോർമുല. കേട്ടോ, പ്രിൻസിപ്പൽ സ്ട്രെസ്, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്, മിനിമം, ഈ ഫോർമുല തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഈ ഒരു നോക്കുക. അപ്പം നമ്മളിത് ആക്സിയൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ, ആക്സിയൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? ഡയറക്റ്റ് സ്ട്രെസ് കണ്ടുപിടിക്കണം. അതായത് നോക്കി, ഈ ഫിഗറിന് സമാനമല്ലേ? ആണ്ടെ ഒരിടത്ത് ഫിക്സ് വെച്ചേക്കുന്നത് ആക്സിയൽ ഫോഴ്സ് എടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ σd അല്ലേ? σdയുടെ ഫോമിൽ എന്തോ σd = ± f/a അല്ലേ? ഇത് ആക്സിയൽ അല്ലേ? നമ്മൾ ടെൻസൈലായിട്ടല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ f/a എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എങ്ങനെ കിട്ടും? നമ്മുടെ എഫ് എന്തുവാണ്? എഫ് എന്താണ് അപ്പോൾ തന്നേക്കുന്നത്? എഫ് 20 kN. ഏരിയ എന്താണ്? ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും? അവിടുത്തെ ആക്സിയൽ സ്ട്രെസ് σd എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? σd എന്ന് നമുക്ക് ഈ വാല്യൂ കിട്ടും. ഓക്കെ, നമുക്കപ്പോൾ നോക്കിയേ, നമുക്കിപ്പം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? σ1ഉം σ2ഉം കണ്ടുപിടിക്കേണ്ടത്. σ1 എന്ന് വെച്ചാൽ എന്താണ്? σ1 മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ് σ1. അത് എവിടെ കിട്ടും? നമ്മുടെ ഡേറ്റാ ബുക്ക് 5 കിടപ്പുണ്ട് σ1 ഇല്ലേ. ഇതിനകത്ത് പക്ഷേ σx ഉണ്ട്, σy ഉണ്ട്, ടോ എക്സ് വൈ ഉണ്ട്. ഈ σx σy ടോ എക്സ് വൈ ഒക്കെ നമ്മൾ എവിടുന്ന് കണ്ടുപിടിക്കും? നമുക്കതൊന്നും തന്നിട്ടില്ലല്ലോ. നോക്കി, ഈ ഒരു ഫിഗർ നോക്കി, ഈ ഒരു ഷാഫ്റ്റ് ഒരു വെന്റിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇങ്ങോട്ടുള്ള സ്ട്രെസ്സാണ് എന്തുവാ? σd എന്ന് പറയുന്നത്. ആണോ? അങ്ങോട്ടുള്ള സ്ട്രെസ്സാണ് σd എന്ന് പറയുന്നത്. അപ്പോൾ ഇതല്ലേ എക്സ് ഡയറക്ഷൻ, ഇതല്ലേ വൈ ഡയറക്ഷൻ. അപ്പോൾ എക്സ് ഡയറക്ഷനുള്ള സ്ട്രെസ്സാണ് σd. വൈ ഡയറക്ഷന് സ്ട്രെസ് ഉണ്ടോ? ഇല്ല, വൈ ഡയറക്ഷൻ സ്ട്രെസ് 0 ആണ്. അപ്പോൾ ടോ എക്സ് വൈ ഉണ്ടോ? ഈ ടോ എക്സ് വൈയും 0 ആണ്. അപ്പോൾ നമുക്ക് എന്തോ എടുക്കാം? ഈ ഇക്വേഷനകത്തോട്ട് σxൻ്റെ വാല്യൂ ഇതിട്ട് കൊടുക്കുക, σyയുടെ വാല്യൂ 0 ഇട്ട് കൊടുക്കുക, ടോ എക്സ് വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? ഇനി എന്താ പറയുന്നത്? σ2 അതേപോലെ തന്നെ ഇക്വേഷൻ നമ്മുടെ ഡേറ്റാ ബുക്കിലുണ്ട്, അത് എടുത്ത് എഴുതുക. σx σy ടോ എക്സ് വൈ ഇവിടെ കിടപ്പുണ്ട്, ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതും കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം
ഷിയർ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം ഷിയർ സ്ട്രെസ്സിന്റെ ഫോമിൽ എന്തുവാ, ഡേറ്റാ ബുക്കിൽ നിന്ന് തൊട്ടഴുതി കിടപ്പുണ്ട്. ടോ മാക്സ് ഇസിക്കൽ പ്ലസ് റൂട്ട് ഓഫ് കിടപ്പുണ്ട്. ഈ ഫോമിൽ നമ്മൾ എടുത്ത് എഴുതുക, അല്ലെങ്കിൽ σ1 - σ2 ഡിവൈഡ് ബൈ 2 എന്ന് ഫോമിൽ എടുത്ത് ചെയ്താലും മതി. ഏത് ചെയ്താലും ഒരേ ആൻസർ എടുത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ എടുത്ത് എഴുതുക. അവിടെ σx അറിയാം, σy അറിയാം. ജസ്റ്റ് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഫോമുല ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിസൈനകത്ത് വലിയ രീതിയിലുള്ള ടഫ്നെസ് ഒന്നും വരാൻ സാധ്യതയില്ല. അത് ഇനി അങ്ങോട്ട് പോയാലും നമുക്ക് എവിടെ കിടക്കുന്നു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് വളരെ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേദിവസം കുത്തിയിരുന്ന് പഠിക്കാതൊക്കെ സിമ്പിളായിട്ട് പോയിടാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അവിടെ ടോ മാക്സും കിട്ടി. അത്രയല്ലേ ഉള്ളായിരുന്നു ക്വസ്റ്റ്യൻ ഉള്ളായിരുന്നു. ഇനി എന്തുവാ കേസ് 2 എന്തായിരുന്നു? കേസ് 2 എന്തായിരുന്നു? കേസ് 2 അപ്ലൈയിങ് 4 kN അറ്റ് ദി എൻഡ് ആക്ടിങ് ഡൗൺവേർഡ് ക്രിയേറ്റിംഗ് ബെൻഡിങ് സ്ട്രെസ്. ആക്സിയൽ സ്ട്രെസ് എടുത്ത് കളഞ്ഞു. അതിന് പിന്നെന്തുവാ ഉള്ളത്? 4 kN അറ്റ് എൻഡ് ആക്ടിങ് ഡൗൺവേർഡ് ക്രിയേറ്റിംഗ് ബെൻഡിങ് സ്ട്രെസ്. ബെൻഡിങ് സ്ട്രെസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? എന്താണ്ട് ഫിഗർ ഇങ്ങനെ വരും. ഈ എൻഡിൽ 4 kN വരും. അപ്പോൾ ഇതിനൊരു ബെൻഡിങ് സ്ട്രെസ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫിഗർ ഡേറ്റാ ബുക്കിനകത്ത് അതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എവിടെ കിടക്കുന്നത്? അതുകൊണ്ട് ഈ ഫിഗർ നോക്കി, ഇത് കണ്ടോ, പേജ് നമ്പർ 2 ഈ ഫിഗർ നോക്കി, ഇതുണ്ടോ, ഒരു ഫോഴ്സ് എവിടെ അറ്റത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകും ബെൻഡിങ് സ്ട്രെസ് ഉണ്ട്. ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഫോമുല എന്താണ്? σb = ഈ ഫോമുലുണ്ട്. പിന്നെ ഓൾറെഡി ഇപ്പുറത്തൊരു ഫോമുല ഉണ്ട്. ആ 2 ഇക്വേഷൻസ് നമ്മൾ എടുത്ത് എഴുതി വെക്കുക. അപ്പോൾ അവിടെ നമുക്ക് ബെൻഡിങ് സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാം? ബെൻഡിങ് സ്ട്രെസ് ഈ ഇക്വേഷനകത്തുണ്ട് σb = m/z എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ m/z നമുക്ക് എഴുതാം. അപ്പോൾ m/z ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? σb = 32FL / π d³. അപ്പോൾ 32FL / 5 d³ അത് നമ്മൾ എടുത്ത് എഴുതുക. 32FL / π d³. ഇപ്പോൾ 32 കോൺസ്റ്റന്റ്, എഫ് എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ കൊടുക്കുന്ന ഫോഴ്സ്, അത് നമ്മൾ എടുത്ത് എഴുതുക. 4 kN അല്ലേ, അപ്പം 4000 വരും. എൽ തന്നിട്ടുണ്ട്. ബാക്കിയാണ് നമുക്ക് അവിടെ കിട്ടി. എഫ് ഡി കിട്ടിയില്ലേ? എഫ് ഡി കിട്ടി. അപ്പം ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രെസ് ഉണ്ടോ? ഡയറക്റ്റ് സ്ട്രെസ് ഇല്ല. ഡയറക്റ്റ് സ്ട്രെസ് 0 ആണ്. അപ്പം നമുക്ക് ഇൻ ദിസ് കേസ് എഫ് ഡി = 0. ഓക്കെ. പഴയ കേസിനകത്ത് σb ആയിരുന്നു 0 വരുന്നത്. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് വരുന്ന കേസിൽ എന്താണ് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. എന്താണ്? ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്ത് ഇത് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും. ഇപ്പം ഞാൻ ഫസ്റ്റ് ക്ലാസ് തന്നെ ഓൾറെഡി പറഞ്ഞിരുന്നു. മുകളിലത്തെ ഭാഗത്ത് എന്താ ടെൻഷൻ ആയിരിക്കും വരുന്നത്, താഴത്തെ ഭാഗത്ത് കംപ്രഷൻ ആയിരിക്കും വരുന്നത്. നടുക്കൊരു ഒരു ന്യൂട്രൽ ആക്സിസും ഉണ്ട്. അപ്പോൾ റിസൾട്ടൻ്റ് സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ പോയിന്റിലുള്ള സ്ട്രെസ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കി, ഈ പോയിന്റിലുള്ള σa റിസൾട്ടൻ്റ് സ്ട്രെസ് അറ്റ് എ എന്ന് പറയുമ്പോൾ σd പ്ലസ് σ അവിടെ ഉണ്ടാകുന്ന ഡയറക്റ്റ് സ്ട്രെസ്സും ബെൻഡിങ് സ്ട്രെസ്സിൻ്റെയും കൂടെ അഡീഷൻ ആയിരിക്കും. ഇൻ കേസ് ഡയറക്റ്റ് സ്ട്രെസ് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഇവിടെ ഡയറക്റ്റ് സ്ട്രെസ് തന്നിട്ടുണ്ടോ? ഇല്ല. ഡയറക്റ്റ് സ്ട്രെസ് എന്താണ്? 0 ആണ്. കാരണം ആക്സിയൽ ഫോഴ്സ് ഇല്ല. അപ്പോൾ എന്ത് കൊടുക്കുക? എഫ് ഡിയുടെ വാല്യൂ 0 കൊടുക്കുക. σb നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ പേജിൽ നമ്മൾ കണ്ടുപിടിച്ചു σb. അതുപോലെ തന്നെ ബിയിൽ വരുമ്പോഴത്തേന് അത് σd - σb ആവും. അപ്പം ടോപ്പ് സർഫസിൽ വരുമ്പോൾ ടെൻഷൻ ആകുമ്പോഴത്തേന് σd പ്ലസ് σb ആവും. അതായത് ഡയറക്റ്റ് സ്ട്രെസ് പ്ലസ് ബെൻഡിങ് സ്ട്രെസ്. ഇവിടെ ഡയറക്റ്റ് സ്ട്രെസ് മൈനസ് ബെൻഡിങ് സ്ട്രെസ് എന്ന് വരും. ഇവിടെ ഡയറക്റ്റ് സ്ട്രെസ് രണ്ടിടത്തും 0 അല്ലേ? കാരണം എന്താ? ഇവിടെ ആക്സിയൽ ഫോഴ്സ് ഇല്ല, ഓൺലി ബെൻഡിങ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്തുവാ? σaയുടെ വാല്യൂ 97.78 MPa ഔട്ടർ ഫൈബർ കിട്ടും. σbയുടെ വാല്യൂ -97.78 MPa ഇന്നർ ഫൈബറിലും കിട്ടും. ഇത്ര മനസ്സിലായോ? അപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള സ്ട്രെസ്സും കണ്ടുപിടിച്ച് σa, ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള സ്ട്രെസ്സും കണ്ടുപിടിച്ച് σb. ഇനി എയിലുള്ള പ്രിൻസിപ്പൽ സ്ട്രെസ്സും കണ്ടുപിടിക്കണം, ബിയിലുള്ള പ്രിൻസിപ്പൽ സ്ട്രെസ്സും കണ്ടുപിടിക്കണം. ആണോ? എയിലുള്ള പ്രിൻസിപ്പൽ സ്ട്രെസ്സും കണ്ടുപിടിക്കണം, ബിയിലുള്ള പ്രിൻസിപ്പൽ സ്ട്രെസ്സും കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് σa എന്ന് പറയുന്നത് നമുക്ക് ഇത്ര കിട്ടി, 97.79 കിട്ടി. അതിന് നമ്മൾ σx ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. σy എന്തുവാ? വേറെ സ്ട്രെസ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ σy 0, ടോ എക്സ് വൈ 0. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റുള്ള പ്രിൻസിപ്പൽ സ്ട്രെസ്സാണ്. ആ σ1ൻ്റെ ഫോമുല നമ്മൾ ഡേറ്റാ ബുക്കിൽ നിന്ന് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് ഇടുക. അപ്പോൾ σx എന്താണ്? ഈ കിടക്കുന്ന വാല്യൂ. σy എന്താണ്? 0. ടോ എക്സ് എന്താണ്? 0. നമുക്ക് എന്ത് കിട്ടും? σ1 എയുടെ വാല്യൂ കിട്ടും. ഇനി മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഫോമുല എന്താ? അതും ഡേറ്റാ ബുക്കിലുണ്ട്. അതും നമ്മൾ
നമ്മൾ എടുത്തിരുന്നു. സോ അതിനകത്ത് സിഗ്മ എക്സ് ഏതാണ് ഇത്, സിഗ്മ വൈയുടെ വാല്യൂ 0, ടോ എക്സ് വൈ 0. അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടുന്നു. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്, മാക്സിമം ഷിയർ സ്ട്രെസ് അറ്റ് എ. അപ്പോൾ വീണ്ടും മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ ഫോർമുല നമ്മൾ സെയിം ആണ്, ഈ ഒരു ഇക്വേഷനാണ് പിന്നെ നമ്മൾ റിപ്പറ്റേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേജ് നമ്പർ 5 കിടപ്പുണ്ട്, അത് എടുക്കുക, ഈ സാധനം തന്നെ ഇട്ട് കൊടുക്കുക, സിഗ്മ എക്സ് സിഗ്മ വൈ ടോ എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ എന്തുവാ മാക്സിമം ഷിയർ സ്ട്രെസ് അറ്റ് എയും കിട്ടി. ഇനി അതുപോലെ തന്നെ നമ്മൾ സിഗ്മ ബി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഒരു സിഗ്മ ബി കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അപ്പോൾ സിഗ്മ ബിയുടെ വരുമ്പോഴത്തേന് അവിടെ സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ സിഗ്മ ബി ആണ്, അത് സിഗ്മ ബിയുടെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതുക. സിഗ്മ വൈ 0, ടോ എക്സ് വൈ 0. അപ്പം അല്ലേ, അപ്പം നമ്മൾ ആദ്യം ആ കിട്ട് ഇപ്പോൾ ഡയറക്റ്റ് സ്ട്രെസ് ഉണ്ടായിരുന്നെങ്കിൽ ഡയറക്റ്റ് ഓക്കെ സോറി. അപ്പോൾ ഡയറക്റ്റ് സ്ട്രെസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ് വന്ന ആദ്യത്തെ ആ വാല്യൂവിനെ സിഗ്മ എക്സ് ആയിട്ട് എടുത്തു. ബെൻഡിങ് സ്ട്രെസ് ഇവിടെ 2 പോയിന്റിൽ വന്ന്, എയിലും വന്നു ബിയിലും വന്നു. അപ്പോൾ നമ്മൾ സ്ട്രെസ് സെറ്റ് എയും കണ്ടുപിടിച്ച് സ്ട്രെസ് സെറ്റ് ബിയും കണ്ടുപിടിച്ച്, അവിടെയുള്ള മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും അവിടെയുള്ള മാക്സിമം ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എയിലുള്ള മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് മാക്സിമം ഷിയർ സ്ട്രെസ്സും ഓൾറെഡി കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ബിയിലുള്ളതും കണ്ടുപിടിക്കണം. ബിയിലുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും, സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ എന്താ സിഗ്മ ബി ആണ്. സിഗ്മ ബി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. സിഗ്മ വൈ എന്താണ് 0, ടോ എക്സ് വൈ 0. കാരണം ഇതെന്താണ്, ഇവിടെ വേറെ വാല്യൂസ് നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇത് 0 ആയിട്ട് എടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ സിഗ്മ ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള മാക്സിമം പ്രിൻസിപ്പൽ സിഗ്മ 1, ആ സെയിം ഇക്വേഷൻ അല്ലേ ഡേറ്റ ബുക്കിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സിഗ്മ 1ബിയുടെ വാല്യൂ കിട്ടും. അതുപോലെ മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് സെറ്റ് ബി, അത് സിഗ്മ 2യുടെ സിഗ്മ 1ൻ്റെ സിഗ്മ 2ൻ്റെ വാല്യൂ എല്ലായിടത്തും സെയിം ആണ്. ഡേറ്റ ബുക്കിനകത്ത് എപ്പോൾ ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ആ സിഗ്മ എക്സിൻ്റെ വാല്യൂ ഇവിടെ കിടപ്പുന്ന ഈ വാല്യൂ, സിഗ്മ വൈയുടെ വാല്യൂ ഈ വാല്യൂ, ടോ എക്സ് വൈയുടെ വാല്യൂ ഈ വാല്യൂ, ഇത് എടുത്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ സിഗ്മ 2ബിയും കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, മാക്സിമം ഷിയർ സ്ട്രെസ് അറ്റ് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. ആ ഫോമിൽ എന്താണ് ഡയറക്റ്റ് നമ്മൾ നേരത്തെ കുറേ ആവർത്തി പറഞ്ഞു, അതുകൊണ്ട് ഇനിയിപ്പോൾ ആ പേജസ് എവിടെ കിടക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, ഡേറ്റ ബുക്ക് കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഡേറ്റ ബുക്കിൻ്റെ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റ് മാക്സിമം ഷിയർ സ്ട്രെസ് +/- √of സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ /2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ എക്സ് വൈ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ മാക്സിമം ഷിയർ സ്ട്രെസ്സും കിട്ടും. ഇനി നമ്മുടെ മൂന്നാമത്തെ എന്താണ്, 3 കേസ് ഉണ്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനകത്ത്, കേസ് 1, കേസ് 2, കേസ് 3. മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേന് ഫസ്റ്റ് ആക്സിൽ ലോഡ് മാത്രമാണ്, സെക്കൻഡ് വൺ ബെൻഡിങ് ലോഡ് മാത്രം, മൂന്നാമത്തെ എന്താണ് അപ്ലൈങ് ടോർക്ക് 1.5 kN. അപ്പോൾ ഈ കേസ് എന്ന് പറയുമ്പോൾ ടോർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ചിലപ്പം വരുന്നത് ഇപ്പോൾ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് പഠിക്കും. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഡയറക്റ്റും വരും, ഒരു ബെൻഡിങ്ങും ഒരുമിച്ച് വരും, അല്ലെങ്കിൽ ഒരു ബെൻഡിങ്ങും ഒരു ടോർക്കും ഒരുമിച്ച് വരും, അല്ലെങ്കിൽ ഡയറക്റ്റും ബെൻഡിങ്ങും ടോർക്കും 3 ഒരുമിച്ച് വരും. ഇങ്ങനത്തെ പ്രോബ്ലംസ് 3 കൂടെ വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോക്കകത്ത് പറയാം. അപ്പോൾ ഈ ഒറ്റയ്ക്ക് ഉള്ളത് പഠിച്ചു കഴിഞ്ഞാൽ 3 വരുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ടോർക്ക് മാത്രമേ. ടോർക്ക് തന്നിട്ടുണ്ട് 15 kN. അപ്പോൾ ടോർക്ക് വന്ന് ടോർക്കിൻ്റെ സെയിം ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി പേജ് നമ്പർ 2 ടോർക്ക് വന്ന് ടോർക്ക് കണ്ടോ ടോർക്കിന് കൊടുത്തേക്കുന്നത് കണ്ടോ അല്ലേ. അവിടെ അപ്പോൾ ഷിയർ വരുന്നത് കൊടുത്തിട്ടുണ്ടല്ലോ, ഷിയർ ടോ =TR/J = 16T/πdq കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷനാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്, മനസ്സിലായില്ലേ. അപ്പോൾ ഷിയർ കണ്ടുപിടിക്കാൻ വേണ്ടി 16T/πdq എന്ന് പറഞ്ഞിട്ട്, ഇവിടെ ബെൻഡിങ് സ്ട്രെസ് ഉണ്ടോ, ഇല്ല, സിഗ്മ ഡി 0. ഇവിടെ ഡയറക്റ്റ് സ്ട്രെസ് ഉണ്ടോ, അതില്ല, സിഗ്മ ബിയും സിഗ്മ ഡിയും 0 ആണല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു വാല്യൂ വേണ്ടി കിട്ടി, ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് ഷിയർ മാത്രമേ ഉള്ളൂ, ടോർഷൻ വരുമ്പോൾ ഷിയർ അല്ലേ. അപ്പോൾ സിഗ്മ എക്സ് ഉണ്ടോ, സിഗ്മ എക്സ് ഇല്ല, കാരണം ഷിയർ മാത്രം, ടോ എക്സ് വൈ മാത്രം. ടോ എക്സ് എത്ര 61.12 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കും ജസ്റ്റ് മുന്നേ. അപ്പോൾ സിഗ്മ എക്സും സിഗ്മ വൈയും 0, ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, ടോ ടോ എക്സ് വൈ. അപ്പോൾ മാക്സിമം ഷിയർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഫോമിൽ എന്താ സിഗ്മ 1, ആ ഫോമിലേക്ക് സിഗ്മ എക്സിൻ്റെ വാല്യൂ 0, സിഗ്മ വൈയുടെ വാല്യൂ 0, ടോ എക്സ് വൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക, ഇക്വേഷൻ കിട്ടും. പിന്നെ സിഗ്മ 2 എന്തുവാ, മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്, അതിനകത്ത് സിഗ്മ എക്സ് സിഗ്മ വൈ 0, ടോ എക്സ് വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക, അതും കിട്ടും. മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ഡേറ്റ ബുക്ക് കിട്ടും, അതും എടുക്കുന്നു. സിഗ്മ എക്സ് ഉണ്ട്, സിഗ്മ വൈ ഉണ്ട്, ടോ എക്സ് വൈ, സിഗ്മ എക്സ് സിഗ്മ വൈ 0, ടോ എക്സ് വൈ നമുക്ക് ഇപ്പോൾ കിട്ടി. ആ ഇക്വേഷൻസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും.
അപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് ചെയ്ത് പോകുന്നത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഇക്വേഷൻസ് എവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പിന്നെ എന്താണ് സിഗ്മ എക്സ് സിഗ്മ വൈ പിന്നെ ടോ എക്സ് വൈ ഇത് എന്താണ് നമ്മൾ പ്രോബ്ലത്തിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉള്ളൂ. അതാണ് ഫാസ്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു സംഭവത്തിനകത്ത് പഠിക്കാൻ. അപ്പോൾ ഈ നമുക്ക് പ്രോബ്ലംസ് കൂടുതൽ ചെയ്യണം. ഇപ്പം നമ്മൾ ചെയ്ത കേസ് 1 കേസ് 2 കേസ് 3 അറ്റ് എ ടൈം ഒന്നെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ് മാത്രം, അല്ലെങ്കിൽ അറ്റ് എ ടൈം ബെൻഡിങ് സ്ട്രെസ് മാത്രം, അല്ലെങ്കിൽ അറ്റ് എ ടൈം ടോർക്ക് മാത്രം. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലംസ് പഠിക്കാൻ പോകുന്നത് ഒരു ബെൻഡിങ്ങും ഒരു ഡയറക്റ്റും കൂടെ വരും, അല്ലെങ്കിൽ ഒരു ബെൻഡിങ്ങും ഒരു ടോർക്ക് കൂടെ വരും, അല്ലെങ്കിൽ ബെൻഡിങ്ങും ടോർക്കും ഡയറക്റ്റും കൂടെ കോമ്പിനേഷൻ വരും. ആ പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കറക്റ്റായിട്ട് മെത്തഡോളജി നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.